ഈ ഒരു സിനിമയുടെ റൈറ്ററും കവി പ്രൊഡക്ഷൻസിന്റെ അമരക്കാരനുമായിട്ടുള്ള മിസ്റ്റർ കവി പ്രസാദിനെ ഒത്തിരി സ്നേഹത്തോടെ തന്നെ ഞാൻ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. So ladies and gentlemen, let's give a very big round of applause to Mr. Kavi Prasad. Welcome, sir. നമസ്കാരം. ഞാൻ ഇൻട്രോ ആയിട്ട് പറയണമെന്ന് ആഗ്രഹിച്ച പല കാര്യങ്ങളും ഓൾറെഡി പറഞ്ഞുകൊണ്ട് ആ ഇൻട്രോ ചീറ്റിപ്പോയി. അതുകൊണ്ട് വേറൊരു രീതിയിൽ തുടങ്ങാം. ഞാൻ ശരിക്കും ഈ വേദിയിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നത് ഇതിൻ്റെ റൈറ്റർ എന്നതിലുപരി, ഈ സിനിമ എഴുതിയ ഒരാൾ എന്നതിലുപരി, ഈ സിനിമ സാക്ഷാത്കരിച്ച, നിർമ്മിക്കുക എന്നുള്ള വാക്കിനേക്കാൾ ഉപരി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് സാക്ഷാത്കാരം എന്ന വാക്കാണ്. ഈ സിനിമ സാക്ഷാത്കരിച്ച കാപ്പി പ്രൊഡക്ഷൻസ് എന്ന കമ്പനി, അത് കമ്പനി എന്നതിലുപരി ഞാനൊരു കൂട്ടായ്മ എന്ന് വിളിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ആ കൂട്ടായ്മയുടെ ഒരു പ്രതിനിധി എന്ന നിലയ്ക്ക് ആണ് ഞാൻ ഇവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നത്. ഞങ്ങളെ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഇതൊരു മൈൽ സ്റ്റോൺ മൊമെൻ്റാണ്, ഹെവിലി ഇമോഷണൽ മൊമെൻ്റാണ്. ഞാൻ നിൽക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് രണ്ടുകൊണ്ട് എടുത്തു പറഞ്ഞ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന അങ്ങനെയല്ല. കാരണം അങ്ങനെ ഞാൻ സംസാരിക്കാൻ തുടങ്ങിയാൽ സിനിമാ ഭാഷയിൽ പറഞ്ഞാൽ കട്ട ലാഗായിരിക്കും. ഒരു ലാഗുമില്ല, നേരെ കാര്യത്തിലോട്ട് വരാം. കഷ്ടപ്പെട്ട് എഴുതി, സംവിധായകരും ക്യാമറമാനും എല്ലാം കഷ്ടപ്പെട്ട് എഴുതിയ സാധനങ്ങൾ എഡിറ്റിംഗ് ടേബിളിൽ നിർദാക്ഷിണ്യം തൂക്കിക്കളയുന്നത് പോലെ ഇവിടെ കുറേ പേരൊക്കെ ഇരിപ്പുണ്ട് സാക്ഷാത്കരിച്ച കക്ഷികൾ. നിങ്ങളുടെ എല്ലാവരുടെ വികാരങ്ങൾ തൂക്കിക്കളഞ്ഞ് നേരെ കാര്യത്തിലോട്ട് വരാം. ഇവിടെ പലരും സൂചിപ്പിച്ചു ഈ എന്നുള്ള പേരിനെ സംബന്ധിച്ച്. ഒന്നും കൂടെ റൈറ്റർ എന്നുള്ള നിലയ്ക്ക് തിരിച്ചു പോയിട്ട് പറയാം. ഈ ടീസറിൽ നിങ്ങൾ പറഞ്ഞതുപോലെ, ടീസറിലെ ഒരു ഡയലോഗുണ്ട്, പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല സാർ ലോകം എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ആരും വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല കാര്യങ്ങൾ. സിനിമ കാണുമ്പോൾ മാത്രം മനസ്സിലാവും ആ പേരിൻ്റെ ഒരു പശ്ചാത്തലം എന്താണെന്നുള്ളത്. ഓക്കെ, ഞാനിവിടെ സംസാരിക്കുന്നത് നമ്മുടെ കുറച്ച് ടെക്നോളജി റിലേറ്റഡ് കാര്യങ്ങളെക്കുറിച്ചിട്ടാണ്. ശരിക്കും ഞങ്ങൾ ഈ പടത്തിൻ്റെ ടൈറ്റിൽ അനൗൺസ് ചെയ്തപ്പോൾ നമുക്ക് വന്ന പ്രധാനപ്പെട്ട ഒരുപാട് ഫീഡ്ബാക്ക് വന്ന, എല്ലാ പോസിറ്റീവ് ഫീഡ്ബാക്ക് ആയിരുന്നു. കോമൺ ആയിട്ട് വന്നൊരു എലമെൻറ്റ് ഈ പേരിലെ പ്രത്യേകതകൾ തന്നെയാണ്. അതായത് വളരെ എന്താണ് പറഞ്ഞാൽ ഡിഫറൻസ്, ഒരു വെറൈറ്റി ഇതുവരെ വന്നിട്ടില്ല. അക്ഷരമാലയിലെ അടുപ്പിച്ച് 2 അക്ഷരങ്ങൾ ഇതുവരെ വന്നിട്ടില്ല. മാത്രമല്ല എന്തൊക്കെയോ ചില കാര്യങ്ങൾ ഒളിപ്പിച്ചിട്ടുണ്ട്. ഒന്നും കാണാതെ എന്തായാലും ഇങ്ങനൊരു പേരിടില്ല. അപ്പോൾ ചിലതൊക്കെ ഒളിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ കൊള്ളാം, നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് എന്നുള്ളൊരു അഭിപ്രായം വന്നു. സ്വാഭാവികമായിട്ടും ഞങ്ങളത് സന്തോഷിപ്പിച്ചു. അതിനുശേഷം ഞങ്ങളൊരു 1-2 പ്രിവ്യൂ വെച്ചു. കാരണം ഈ ഇതിന് എഡിറ്റ് ലോക്ക് ചെയ്യുന്നതിന് മുമ്പ്, സെൻസറിന് പോകുന്നതിന് മുമ്പ് പ്രിവ്യൂ വെച്ച് ഞങ്ങൾ പല പ്രായത്തിലുള്ള, പല ജോണർ പടങ്ങൾ ഇഷ്ടമുള്ള, പല ജെൻഡർ ആളുകളെ വെച്ചിട്ട് ഒരു പ്രിവ്യൂ വെച്ചു, കുറച്ച് പേരെ വെച്ചിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ഒരു ജനറൽ കമൻറ്റ്, വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കഥയാണ്, വ്യത്യസ്തമായൊരു കഥയാണ്, കൊള്ളാം, ഇഷ്ടപ്പെടുന്ന പോലെ മലയാള സിനിമ ഇതൊരു പറയാത്തൊരു പ്രമേയമാണ്. സ്വാഭാവികമായിട്ടും അത് ഞങ്ങളെ വളരെ സന്തോഷിപ്പിച്ചു. സ്വാഭാവികമായിട്ടും സന്തോഷിപ്പിക്കും. കാരണം ആ ഫിലിം മേക്കേഴ്സ് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ എന്താണെങ്കിലും നമ്മുടെ ജഡ്ജ്മെൻറ്റ് പ്രശ്നമായി തുടങ്ങും. കാരണം നമ്മളിതിൻ്റെ വന്ന വഴികളറിയാം, ഇനി ഇത് പോകാൻ പോകുന്ന വഴികളറിയാം. ഇതൊരു ഇവല്യൂഷനാണല്ലോ, ഈ കഥ തന്നെയാണെങ്കിൽ ഇവോൾവ് ചെയ്യുന്നതാണ്. അപ്പം കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ജഡ്ജ്മെൻറ്റ് പോകും. അപ്പോൾ ഈ പടവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആളുകൾ തരുന്ന ഫീഡ്ബാക്കിലൂടെയാണ് നമ്മൾക്ക് കറക്റ്റായിട്ട് ഇത് എങ്ങനെയാണ് വർക്കായോ, നല്ല രീതിയിൽ ഇമോഷൻസ് പറയുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാവുള്ളൂ. അപ്പോൾ പോസിറ്റീവ് ഫീഡ്ബാക്ക് കിട്ടുന്നു. അപ്പോൾ ഇതിലെല്ലാം കോമൺ ആയിട്ട് വന്നൊരു എലമെൻറ്റ് വെറൈറ്റി എന്നുള്ള ഒരു സംഭവമാണ്. അതായത് ഇതുവരെ കേൾക്കാത്ത ഡിഫറൻസ് അതിൽ വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് മാർക്കറ്റിംഗ് ആൻഡ് പ്രൊമോഷനെ കുറിച്ച് ചിന്തിച്ച് തുടങ്ങിയപ്പോൾ ഞാനും എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാരെല്ലാവരും സംസാരിക്കുമ്പോൾ ഞങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചു, നമ്മൾ എന്തായാലും ഡിഫറൻ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. ഓക്കെ, കൺവെൻഷനലി എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ എന്തായാലും നമ്മൾ ചെയ്തേ മതിയാവും, അതെല്ലാം ചെയ്യാം. പക്ഷേ അതിന് പുറമെ ഡിഫറൻ്റ് ആയിട്ട് എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ ചെയ്തേ മതിയാവും എന്ന് വന്നു. അപ്പോൾ എന്ത് ചെയ്യും എന്നുള്ള ആലോചന വന്നപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ആദ്യം എന്ത് ചെയ്യാൻ പറ്റും എന്ന് നോക്കണം. അതൊരു എന്താ പറയുക, അതൊരു ഒരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സാണ്, ഒരു മാനേജ്മെൻറ്റ് പ്രോസസ്സാണ്. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്, നമ്മളെക്കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താൽ പ്രയോജനമുണ്ട്, പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും, ഇതെല്ലാം കൂടെ ഒരു വെൻഡേഗ്രം പോലെ വരച്ചിട്ട് അത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന സംഭവമാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഞങ്ങൾ അസസ് ചെയ്യുമായിരുന്നു എന്താണ് കാപ്പി പ്രൊഡക്ഷൻസ് എന്നുള്ള ഈ കൂട്ടായ്മയുടെ, ഈ കമ്പനിയുടെ ഒരു കേപ്പബിലിറ്റി, എന്താണ് ഞങ്ങളുടെ ഒരു പ്രത്യേകത, വാട്ട് മേക്സ് എസ് ഡിഫറെൻറ്റ് എന്നുള്ളൊരു ആലോചന വന്നു. അപ്പോൾ അതിൽ ഞങ്ങൾക്ക് കിട്ടിയ ഒറ്റ വാക്ക് എന്ന് പറഞ്ഞാൽ ടെക്നോളജി എന്നുള്ള വാക്കാണ്. ബേസിക്കലി ഞങ്ങൾ ഈ കൂട്ടായ്മ ഇതിൽ പെടുന്ന ആൾക്കാരെല്ലാവരും ഒരു ടെക്നോളജി ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ്. IT ടെക്നോ പാർക്കിലും ഇൻഫോ പാർക്കിലും ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അത് പറയുമ്പോൾ ഒരു എന്താ പറയുക, ഒരു മുൻകൂർ ജാമ്യത്തോടെ പറയണം, ഞാനിതൊരു വലിയൊരു മിടുക്കായിട്ടോ മേന്മയായിട്ടോ അല്ല കേട്ടോ പറയുന്നത്. നമുക്ക് ഈ പറച്ചിലും കാര്യങ്ങളും എല്ലാം കുറേ സമയം പറയാം, കുറച്ച് കഴിയുമ്പം വിശക്കും, ഭക്ഷണം കഴിക്കണം. അപ്പോൾ അതിന് വേണ്ടി ജോലി വേണം. അപ്പോൾ ഞങ്ങളൊക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കോഡ് എഴുതിയവരാണ്. ഭക്ഷണം കഴിക്കാൻ വേറൊരു മാർഗം ഉണ്ടായിരുന്നെങ്കിൽ കോഡിന് മുമ്പേ സിനിമ എഴുതുമായിരുന്ന ആളുകളാണ്. എനിവേ, വിൽ കം ബാക്ക് ടു ടെക്നോളജി. അപ്പം ഞങ്ങൾ ഓൾറെഡി ഈ സിനിമയിൽ ചെറിയതായിട്ടൊക്കെ ടെക്നോളജി അപ്ലൈ ചെയ്തു ഇൻ ദ സെൻസ് ഈ സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജിൽ തന്നെ ടെക്നോളജി ഞങ്ങളെ ഹെൽപ്പ് ചെയ്ത് തുടങ്ങിയായിരുന്നു. ഇപ്പോൾ ഒരു 1-2 ഉദാഹരണം മാത്രം പറയാം.
നമുക്ക് ഈ പടത്തിൻ്റെ കാസ്റ്റിങ്ങിൻ്റെ സമയത്ത് നമ്മുടെ ഒരു ക്യാരക്ടറുണ്ട്, ഒരു 3-3.5 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ നമുക്ക് വേണം. അപ്പോൾ കാസ്റ്റിങ്ങിന് അതായത് ഈ ചില ക്യാരക്ടേഴ്സ് നമ്മൾ ആ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് നമ്മൾ ചില ക്യാരക്ടേഴ്സിനെ നമ്മൾ ഭയങ്കരമായിട്ട് ഡിസ്ക്രൈബ് ചെയ്യും, ചിലത് നമ്മൾ ജനറലി എഴുതി വെക്കും. അപ്പോൾ ഈ ഒരു ക്യാരക്ടറിനെ ഭയങ്കരമായിട്ട് ഡിസ്ക്രൈബ് ചെയ്തിരുന്നു, സ്ക്രിപ്റ്റിൽ ഇങ്ങനെ എഴുതിയിരുന്നു. 3-3.5 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു പെൺകുട്ടി, ഞാൻ ഒരുപാട് സ്പോയിലർ പറയുന്നില്ല, വിടർന്ന കണ്ണുകൾ, സുന്ദരി, ആര് കണ്ടാലും വാത്സല്യം തോന്നുന്ന ഒരു ചിരി, ഇങ്ങനെ ഒരു 5-6 വരി എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് അതല്ല അങ്ങനെ തന്നെ എഴുതുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു ആളെ കണ്ടുപിടിക്കണം, കാസ്റ്റ് ചെയ്യണം. അപ്പോൾ അതായിരുന്നു ആദ്യത്തെ ചലഞ്ച്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ്, നമുക്കൊരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. ഓക്കെ, വിടർന്ന കണ്ണുകൾ നോക്കിയിട്ട് വിടർന്ന കണ്ണുണ്ട്, ഓക്കെ ടിക്ക്, വാത്സല്യം അത്ര പോരാ, അങ്ങനെ പറ്റില്ലല്ലോ. നമുക്കൊരു റെഫറൻസ് പിക്ചർ ഉണ്ടെങ്കിലാണ് നമുക്ക് എളുപ്പം അല്ലേ. ഒരു റെഫറൻസ് പിക്ചർ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് മാച്ചിങ് ആണെന്ന് പറയാം. അപ്പോൾ റെഫറൻസ് പിക്ചർ വേണം. അപ്പോൾ റെഫറൻസ് പിക്ചർ എങ്ങനെ ഉണ്ടാക്കും? അപ്പോൾ ഒരു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടി ഏകദേശം ഈ കുട്ടിയെ പോലെ ഒരു കുട്ടി എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ആ കുട്ടിയെ അഭിനയിപ്പിച്ചാൽ പോരെ. കാരണം എന്താണേലും ഒരു 3-3.5 വയസ്സുള്ള കുട്ടിയിൽ നിന്ന് അതിഭീകരമായ അഭിനയ പാഠമൊന്നും ആരും പ്രതീക്ഷിക്കില്ല. അപ്പോൾ അങ്ങനെ ഒരു കുട്ടിയെ കിട്ടി ആ കുട്ടി അഭിനയിപ്പിച്ചാൽ മതിയല്ലോ. അപ്പോൾ പിന്നെ ഇത് എന്ത് ചെയ്യുന്നുള്ളൊരു ആലോചന വന്നപ്പോഴാണ് ഇന്നിപ്പോൾ എല്ലാവർക്കും ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഈ പറയുന്ന ജനറേറ്റീവ് എഐയും ഒക്കെ വലിയ സംഭവമായിരിക്കും. പക്ഷേ കുറച്ചുകൂടെ നിങ്ങളുടെ പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജാണ് പറഞ്ഞത്. അന്ന് ഇതൊന്നും അത്രത്തോളം പ്രചാരത്തിലില്ല. പക്ഷെ നമ്മൾ അന്ന് തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴി ഒരു സാമ്പിൾ, ഒരു ഇമേജ് നമ്മൾ ഉണ്ടാക്കിയെടുത്തു. നമുക്ക് ഇതുപോലൊരു കുട്ടിയാണ് വേണ്ടത് എന്ന് പറഞ്ഞു. ആഹാ, വന്നു കഴിഞ്ഞല്ലോ. അപ്പോൾ ഈ കുട്ടിയായിരുന്നു ഞങ്ങളുടെ ഭാവനയിലുണ്ടായിരുന്ന കുട്ടി. പക്ഷേ ഈ പടത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനായി. ഇത് വെളുക്കാൻ തെച്ചത് പാണ്ടായാലോ ദൈവമേ. കാരണം വെച്ചാൽ ഈ കുട്ടിയെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇനി ഇതിനോട് മാച്ച് ചെയ്യുന്ന ഒരു ക്യാരക്ടറിനെ കാസ്റ്റ് ചെയ്തില്ലെങ്കിൽ, ഒരാളെ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും, പ്രശ്നമാവുമല്ലോ എന്ന് വിചാരിച്ചിരിക്കും. ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ട്. നമ്മുടെ അസോസിയേറ്റ് ഡയറക്ടറായിട്ടുള്ള ശ്യാമിൻ ജാക്കബ് എന്താ പരിപാടി എന്നൊക്കെ പറഞ്ഞ് കയറി വന്നു. നമ്മൾ ശ്യാമ ഭയങ്കര ടെൻഷൻ, എന്താണ് ഇതുപോലൊരു കുട്ടി വേണം. അപ്പോൾ ഇതല്ല ഇപ്പോൾ വിളിക്കാന്ന് പറഞ്ഞിട്ട് പുള്ളി ഒരു ഫോൺ എടുത്ത് വിളിക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ശ്യാമ എന്താ ആരെയാണ് വിളിക്കുന്നത്? അല്ല, നമുക്ക് ആളുണ്ട്, ഇപ്പോൾ വരും എന്ന് പറഞ്ഞു. അതിന് ആളുണ്ട്. അപ്പോൾ ഞാൻ അഭിനയിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പുള്ളി മറുപടി പറഞ്ഞില്ല, അഭിനയിക്കുമോ ഞാൻ ഒന്ന് വിളിച്ച് പറഞ്ഞു. ആർട്ടിസ്റ്റിൻ്റെ മോളാണ്, ക്യാമറ ഒന്നും കണ്ടാൽ പേടിക്കില്ല, ഇപ്പോൾ വരും എന്ന് പറഞ്ഞു. ആള് വന്നു, എവിടെ ഇരിപ്പുണ്ട് ആള്, കുറച്ച് കഴിഞ്ഞ് സ്റ്റേജിലേക്ക് വിളിക്കാം. എൻ്റെ പൊന്നെ, ആ പടം ഇട്ട് ഞാൻ പറയാം. അതിനുശേഷം ഞങ്ങൾ ആളെ കാസ്റ്റ് ചെയ്തു. ഇതാണ് ഞങ്ങളുടെ ബേബി നിഹാര. വേറെ ആരെയും നോക്കിയില്ല, അപ്പോഴേ ടിക്ക്. ഓക്കെ, ആദ്യത്തെ ആൾ കാസ്റ്റ്, സംഭവം കഴിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ടെക്നോളജി ആംഗിളാണ്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ദേവദർശിനി മാഡം, അവർ തമിഴ് ആർട്ടിസ്റ്റാണ്. അവരുടെ ഫസ്റ്റ് മലയാളം മൂവിയാണിത്. അപ്പോൾ നമുക്ക് വളരെ ക്യാരക്ടർ ആർക്ക് ആംഗിൾ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് ഞാൻ ഒരുപാട് സ്പോയിലർ പറയുന്നില്ല, ഒരുപാട് ഇമോഷണൽ ഒരു ഗ്രാഫ് അവരുടെ ഇത് പൊങ്ങി താന്നും എല്ലാം പോകുന്നുണ്ട്. വളരെ ക്ലോസ് ആയിട്ടുള്ള ടൈറ്റ് ഷോട്ട് വരും. ഇപ്പോൾ ഡയലോഗ്സ് ലിപ്പ് പ്രോപ്പർ ആയില്ലെങ്കിൽ നമുക്ക് അത് വർക്കാവില്ല, പ്രശ്നമുണ്ട്. മലയാളം നല്ല രീതിയിൽ പറഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇപ്പോൾ നമുക്ക് മലയാളം നല്ലപോലെ പറഞ്ഞ് പഠിപ്പിക്കണം, നമുക്കതിന് സമയം കിട്ടുമോ? ആ രീതിയിലുള്ള ഒരുപാട് ടെൻഷൻസ് വന്നു. നിർഭാഗ്യവശാൽ നമ്മുടെ ഷൂട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് മാറിയിട്ട് അവർക്ക് നമ്മൾ വിചാരിച്ചത്ര സമയം ട്രെയിനിങ്ങിന് കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്ത് പറ്റും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നപ്പം അപ്പം തന്നെ നമ്മുടെ ഈ കമ്പനിയുടെ ടെക്നോളജി പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ ട്രാവൻകൂർ അനലിറ്റിക്സ് എന്ന് പറഞ്ഞിട്ട് ഇൻഫോ പാർക്കിലുള്ള കമ്പനിയാണ്. അപ്പോൾ തന്നെ അൻവറുണ്ട്, കമലുണ്ട്, അവർ കുറച്ച് പേർക്ക് ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. പെട്ടെന്നൊരു ആപ്പൊക്കെ റെഡിയാക്കി. എന്നിട്ട് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഓരോ സീനിലെയും അതൊക്കെ പെട്ടെന്നാണ് കേട്ടോ. ഓരോ സീനിലെയും ഓരോ ഡയലോഗും തമിഴിലും മലയാളത്തിലും ഇംഗ്ലീഷിൽ എനിക്കറിഞ്ഞൂടാ എങ്ങനെയൊക്കെയാണോ അതെല്ലാം സെലക്ട് ചെയ്യാം, പ്ലേ ചെയ്യാം, ഫാസ്റ്റായിട്ട് പ്ലേ ചെയ്യാം, സ്ലോ ആയിട്ട് പ്ലേ ചെയ്യാം. എന്നിട്ട് അത് ദേവദർശിനിക്ക് അയച്ചു കൊടുത്തു. അവർ ഫ്ലൈറ്റിലിരിക്കുമ്പോഴും അല്ലാതെ ഇതിരുന്ന് പഠിച്ചിട്ട് വന്നിറങ്ങിയപ്പോൾ അവർ നല്ല പച്ചവെള്ളം പോലെ മലയാളം പറഞ്ഞ് ഈ കംപ്ലീറ്റ് ഡയലോഗ് കാണാപ്പാടം പഠിച്ചിട്ട്